ഇന്നലെ ഒരു റീൽ ഉണ്ടായിരുന്നു, ഈ മുട്ടുവേദനയും വയ്യാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ ഒന്നും കൊണ്ട് കറങ്ങാൻ പോകരുതെന്നും പറഞ്ഞിട്ട്. ആര് പറഞ്ഞു? ഒരു മനുഷ്യൻ പോലും ഇല്ലല്ലോ റിച്ചു ഈ റോഡിൽ വരുന്നത്. സൈഡിൽ കണ്ടാൽ ഓക്കെയാ, എനിക്ക് പേടി റോഡിന്റെ നടുക്ക് വന്ന് നമ്മുടെ ഈ റീൽസിലൊക്കെ കാണുന്ന പോലെ നമ്മുടെ റോഡിൽ വരാൻ പാടില്ല. അല്ല റിച്ചുമോനെ, റിച്ചുമോൻ ഇപ്പൊ എന്തിനെയൊക്കെ കണ്ടു? 4 കാട്ടുപോത്ത്, 1 മയില്. എടോ നീ ആനേനെ കാണാൻ കാത്തിരിക്കുവാണോ? അമ്മയ്ക്ക് ആനേനെ കാണണ്ട, വേറൊന്നും അവിടെ ഉണ്ടാവില്ല. പാന്തർ ഉണ്ടെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു റോഡ് സൈഡിൽ. അമ്മ ചോദിച്ചല്ലേ ശരി. ഇവിടെ വെച്ച് പിജനെ കണ്ട് അപ്പൻ്റെ കൂടി ഓഫീസിൽ പോയാൽ വിളിച്ച് പിജനെ കുഞ്ഞു 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 കിളികളുണ്ട് പല തരത്തിലുള്ളത്. ഇവിടെ വൈപ്പർ ഉണ്ട് കേട്ടോ, ലാർജ് സ്കെയിൽഡ് പിറ്റ് വൈപ്പർ, 37ാം പിന്നെ. 36th പർപ്പിൾ ഫ്രോഗ് ഹെയർ പിൻ ബെൻഡ്. വേറെ ആനിമൽസിനും വെച്ചിട്ട് പേരിട്ടേക്കുവാന്ന് തോന്നുന്നല്ലേ. അതെ അതെ അതെ. അടുത്ത ബെഞ്ച് വരുന്നുണ്ട്. അടുത്ത ബെഞ്ച് ആരുടെ ഏത് ആനിമലിന്റെ പേരിലാന്ന് നോക്കാം. പീകോക്ക് അല്ല, മലബാർ വിസ്ലിംഗ് ത്രഷ് ഹെയർ പിൻ ബെൻഡ്. 35th പിന്നാണ്, ഹെയർ പിന്നാണ്. ലെപ്പേർഡ് ഹെയർ പിൻ ബെൻഡ് 34th വൺ. അടുത്തത് ടൈഗർ ഹെയർ പിൻ ബെൻഡ്. ഓ മഞ്ഞ് കണ്ടോ വെച്ചാ? മഞ്ഞ് എന്തോ മിസ്റ്റ് സ്പ്രെഡിങ് സോൺ, ഡ്രൈവ് കെയർഫുള്ളി. ഓ നമ്മുടെ അവിടൊക്കെ എന്നാ വെയിലായിപ്പോ അല്ലേ. അടുത്തത് റിച്ചു GA കാർവർ മാർഷ് ഹെയർ പിൻ ബെൻഡ്. എന്തൊട്ടത്? എന്ന് വെച്ചാ ഞങ്ങൾ മഞ്ഞ് കാണാൻ വന്നിട്ട് ഞാൻ ഇതുവരെ മഞ്ഞ് കണ്ടിട്ടില്ല. ഇന്നിപ്പം നല്ല വെയിലാണല്ലോ, മഞ്ഞുണ്ടാവില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഇവിടെ ഫുൾ മഞ്ഞാണ്. സൂപ്പർ. ഇതുണ്ടു മിസ്റ്റ് സ്പ്രെഡിങ് സോൺ, ഡ്രൈവ് സ്ലോ. എടാ നിനക്ക് റോഡ് കാണാൻ പറ്റുന്നുണ്ടോ? വേണ്ട, അവിടെ ഒരു ഹെയർ പിന്ന, അത് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ വേണമെങ്കിൽ, ആൾക്കാർ വല്ലതും ഉണ്ടെങ്കിൽ ഇറങ്ങാം. അടുത്തത് 31 എമറോൾഡ് ഡോവ് ഹെയർ പിൻ ബെൻഡ്. മഞ്ഞുള്ള സമയത്ത് പോയിട്ട് മഞ്ഞ് കണ്ടിട്ടില്ല, ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ വന്നതാ. സൂപ്പറാണോ? ഇഷ്ടപ്പെട്ടോ? ഇങ്ങോട്ട് ഫോട്ടോയില് വീഡിയോയിൽ അങ്ങനെ കിട്ടുന്നില്ല, പക്ഷെ
നേരിട്ട് നമുക്ക് അങ്ങോട്ടൊന്നും കാണാനേ പറ്റുന്നില്ല അല്ലേ? എനിക്ക് കാണാൻ എൻ്റെ അമ്മേനെ പപ്പേനെ കാണാനില്ല. ഫോടെ എനിക്ക് കാഴ്ചയുണ്ട്, അപ്പയ്ക്കും അമ്മയ്ക്കും കാഴ്ചയില്ലാത്ത. അമ്മേനെ പപ്പേനും വൈ പോലും കാണാം. നിൽക്കുമ്പോൾ ഒരു മിനിറ്റ് ഇങ്ങോട്ട് കുറിച്ച് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ എന്തോരം നല്ല വ്യൂ ആയിട്ട് കണ്ടോണ്ട് വന്ന തേയിലത്തോട്ടങ്ങളാ നോക്ക്. ഇപ്പൊ ഒന്നും കാണാൻ പറ്റുന്നില്ല. ആണോ? എന്താ മോനെ? ആ ഞാൻ എപ്പോഴും ചാച്ചനോട് പറയുന്നതിന് ഓപ്പോസിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതല്ല. മറ്റേ ഈ പൊള്ളാച്ചി 40 ഹെയർ പിൻ ബെൻഡ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ നമുക്ക് പൊള്ളാച്ചി വഴി പോകണ്ട, വേറെ വഴി പോവാം, ഹെയർ പിൻ ബെൻഡ് എനിക്ക് പേടിയാന്ന്. എന്നാലും എനിക്ക് ഹെയർ പിൻ ബെൻഡ് എന്നൊക്കെ പറയുമ്പോ എനിക്കൊരു ടെൻഷൻ. ഒരു എത്ര കണ്ടാലും കാടും മഞ്ഞും മടുക്കൂല അല്ലയോ? നമ്മുടെ വീട്ടിൽ നിന്ന് അത്ര ഒരു 4-5 hours ഡിസ്റ്റൻസേ ഉണ്ടാവുള്ളൂ അല്ലേ ചെയ്തത്? മസ്റ്റ് വിസിറ്റ് പ്ലേസ് ഇൻ വാൽപ്പാറ എന്ന് പറഞ്ഞപ്പം ഈ വാട്ടർഫോൾ എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പം അതിനകത്ത് ഇങ്ങനെ കണ്ടത് വാട്ടർഫോൾ എന്ന് പറഞ്ഞാൽ വാട്ടർഫോൾസ് ഒന്നും ഇല്ല, പക്ഷെ വ്യൂ ഭയങ്കര കിടിലനാണ്. ഭയങ്കര എല്ലാ റീൽസിലും കൂടുതൽ എനിക്കൊന്ന് ആ സ്ഥലത്തായിരിക്കും കുറേ ആൾക്കാർ അവിടെ നിർത്തിയിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ നമുക്ക് അവിടെ നിർത്താവേ. ഇറങ്ങുന്നത് കൊണ്ട് ഇനിയിപ്പം മറ്റേ മഞ്ഞ് കുറഞ്ഞു വരുമായിരിക്കും. എനിക്കൊന്ന് കയറിയത് കൊണ്ടായിരിക്കും അല്ലേ മഞ്ഞ്. മഞ്ഞ് പൊക്കോണ്ടിരിക്കുമ്പോ ആരേലും AC ഇടാൻ പറയൂ എന്റെ റിച്ച്. ഓ അങ്ങനെ ചൊന്ന് ഇഷ്ടപ്പെട്ടോടാ സ്ഥലമൊക്കെ? വീണ്ടും തേയിലത്തോട്ടം എത്തി കേട്ടോ. മഞ്ഞൊക്കെ കഴിഞ്ഞു മോനെ, കഴിഞ്ഞു തുടങ്ങി കണ്ടോ. ഇവിടാണ് വാട്ടർഫോള്. വാട്ടർഫോൾ ഇല്ല മോനെ, പക്ഷെ ഇവിടുത്തെ ഫോട്ടോസ് എല്ലാം ഇവിടെ ഒക്കെ നിന്ന് എടുക്കേണ്ടിയായിരുന്നു. നടന്നു പോക്കോ അരച്ചോ. ചായ ഇല്ലെന്ന് വാ. 29th ഹെയർ പിൻ മലബാർ സ്റ്റാർലിംഗ് ഹെയർ പിൻ ബെൻഡ്. എന്ത് എടാ ഞാൻ ഒരു വേഫിൾസ് അല്ലേ ചോദിച്ചോളടാ. 28th ഹെയർ പിൻ മലബാർ ട്രോഗോൺ ഹെയർ പിൻ ബെൻഡ്. ഒരു ക്യാമറ വാങ്ങിക്കണം ചാച്ച. താങ്കിങ് യു. അപ്പൊ മാൽപ്പാറ കഴിഞ്ഞെന്ന് തോന്നല്ലോ നമ്മളുടെ വീട്ടിലോട്ട് അല്ലേ? ഇവിടെ എഴുതിയിട്ടില്ലല്ലോ. 27th ഹെയർ പിൻ
സാമ്പാർ ഡിയർ ഹെയർ പിൻ ബെൻഡ്. വൈൽഡ് ഡിയർ. നെക്സ്റ്റ് വൺ 27th ഹെയർ പിൻ ബെൻഡ് പ്ലം ഹെഡഡ് പറക്കീത്ത് ഹെയർ പിൻ ബെൻഡ്. ഈ ക്ലീനെ ഞാൻ കണ്ടായിരുന്നു എവിടെ കണ്ട്. മലബാർ ഗ്ലൈഡിംഗ് ഹെയർ പിൻ ബെൻഡ് 25th ഹെയർ പിൻ. ഇതൊന്ന് ക്രൈംസൺ ബാക്ക് ആൻഡ് സൺബേർഡ് ഹെയർ പിൻ ബെൻഡ് 24th ഹെയർ പിൻ. നല്ല രസമുണ്ടോ കിളീനെ കാണാൻ. 24/40. 23rd ഹെയർ പിൻ ബെൻഡ്. അതിന്റെ പേരാണ് റെഡ്. പിന്നെ വീണ്ടും മഞ്ഞ് കയറി തുടങ്ങി. ഞാൻ ഓർത്തു നമ്മൾ ഹെയർ പിൻ ബെൻഡ് ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്കും മഞ്ഞൊക്കെ പോവുമായിരിക്കും. അപ്പൊ 3-6 മഞ്ഞുണ്ടായിരിക്കും അല്ലേ. 22nd ഹിൽ മൈന ഹെയർ പിൻ ബെൻഡ്. ഇനി ചിക്കിൾസ് ബ്ലൂ ഫ്ലൈ ക്യാച്ചർ ഹെയർ 21 ബെൻഡ്. ഇവിടെ ഏതോ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ കേരളം മൊത്തത്തിൽ കാണാമെന്നൊക്കെ പറയുന്നത്. അല്ല, കേരളത്തിൽ മൊത്തത്തിലല്ല, കേരളത്തിന്റെ നല്ലൊരു വ്യൂ കാണാമെന്ന് എന്തോ ഉണ്ടായിരുന്നു. വീടുകൊണ്ട് അവിടെ ഒരു മരത്തിലിരിക്കുന്നു. ഇച്ചിരി ബാക്കിലോട്ട് പോയാൽ ബാക്കിലുണ്ട്. അടുത്തത് സ്പോട്ട് ബെല്ലിഡ് ഈഗിൾ ഔൾ ഹെയർ പിൻ. 19th വൺ വൈറ്റ് ബെല്ലിഡ് ട്രിപ്പി ഹെയർ പിൻ ബെൻഡ്. ഈ ട്രിപ്പി എന്ന് കേൾക്കുമ്പോ റിച്ചുവിന് എന്താ ഓർമ്മ വരുന്നേ? ട്രിപ്പി ട്രോപ്പി ട്രോപ്പി ട്രിപ്പാ. ഹൂപ്പോയി ഹെയർ പിൻ ബെൻഡ്. പൊപ്പോയിനെ ഓർമ്മ വന്നു അമ്മയ്ക്ക്. അമ്മയുടെ ഒക്കെ സമയത്തുള്ളൊരു കാർട്ടൂൺ ആയിരുന്നു അത്, പൊപ്പോയി. ഇനി അടുത്തത് ഫ്ലെയിം ത്രോട്ടഡ് ബുൾബുൾ ഹെയർ പിൻ ബെൻഡ്. അതിന്റെ തൊണ്ട കണ്ടോ ചുമന്നിരിക്കുന്നത്, അതുകൊണ്ടായിരിക്കും ഫ്ലെയിം ത്രോട്ടഡ് എന്ന് പറഞ്ഞത്. ആണോ? ആ അതാ ഇതാ ടൈഗർ റിസർവ് ഫോറസ്റ്റ് അറസ്റ്റു. നമ്മുടെ മൈസൂർ ട്രിപ്പ് ഓർമ്മ വരുന്നു അമ്മയ്ക്ക്. നമ്മുടെ നാട്ടില് പട്ടിയൊക്കെ പോകുമ്പോ നമ്മൾ മൈൻഡ് ആക്കാത്തത് പോലെ അവര് പന്നീനെ കണ്ടു നിൽക്കുന്നത്. നെക്സ്റ്റ് ഹെയർ പിൻ ബാൻഡ് 16th വൺ മലബാർ ജയന്റ് സ്ക്യൂറൽ ഹെയർ പിൻ ബാൻഡ്. എന്താ വെച്ചാ എലിഫന്റ് ഹെയർ പിൻ ബാൻഡ് 15th വൺ. ഇതുണ്ടോ നമ്മൾ ഇനി 15th വൺ ഇങ്ങനത്തെ വല്ലാത്ത വഴിയായി പോയല്ലോ അച്ഛാ. വൈറ്റ് ചീക്ഡ് ബാർബറ്റ് ഹെയർ പിൻ ബാൻഡ് 14th വൺ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോ നല്ലൊരു കിടിലം വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനൊക്കെ താഴത്തെ ഒരു ബെഞ്ചിൽ വരുമ്പോ നല്ല വൃത്തിയായിട്ട് കിട്ടുമെന്ന് തോന്നുന്നു. അടിക്കുമ്പോ അവര് വേറെ പോട്ടെ. ഷിക്ര ഹെയർ പിൻ ബാൻഡ്. ആ ബെൻഡില് നല്ല കിടിലനായിരിക്കും. ആ കണ്ട് അങ്ങേ അറ്റത്തമ്മ കാണാൻ പറ്റുന്നുണ്ട്. ശരിയാ. 12th വൺ റാക്കറ്റ് ടെയിൽ ഡ്രോങ്കോ ഹെയർ പിൻ ബെൻഡ്. അയ്യോ അങ്ങ് അറ്റത്താന്ന് തോന്നുന്നു അതിന്റെ ഡാം. എനിക്ക് മറ്റേ ആലിയാറോ അങ്ങനെ അങ്ങോട്ട് വന്നിട്ട ഡാമായിരിക്കും. ബാർ വിങ്ഡ് ഫ്ലൈ ക്യാച്ചർ സ്ട്രൈക്ക് ഹെയർ പിൻ ബെൻഡ്. കിടിലൻ അല്ലേ? നീലഗിരി താർ ഹെയർ പിൻ ബെൻഡ്. ലാസ്റ്റ് വൺ. ഇനിയും വിസിറ്റ് ചെയ്യൂ റിച്ചു. നിനക്ക് ഇഷ്ടപ്പെട്ടോ ഇവിടെ? ഇഷ്ടപ്പെട്ടോ റിച്ചുവിന് ഇവിടെ? ഇനിയും വരണോ ഇവിടെ? ഓക്കെ.